ഉണർത്തി കൊണ്ട് കഴിയുന്നത് മനിതർ കാതൽ അല്ല 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 അല്ലേ? മാല എന്നാണോ ചേച്ചിയുടെ പേര്, പാർവതി എന്നാണോ ചേച്ചിയുടെ പേര്? വീണെ പോലുള്ളൊരു മല എന്ന് വിളിച്ചാലോ എന്ന് എനിക്ക് തോന്നിയോണ്ട് ഞാൻ മാല. ചേച്ചിരുന്ന് വീണ എന്നുള്ള പേരിട്ട് എന്താ വീണ തൊട്ടാണോ വീണ? ചളിയാടോ. നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് തുടങ്ങിയാലോ? കൺമണി അൻപോട് എന്നുള്ള പാട്ട് മാല ചേച്ചി പാടും, അർജുൻ കൂടെ പാടും. ഫ്രഷ് ഫ്രഷ് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. നമ്മള് ചില സിനിമകൾ പൈസ മാത്രം നോക്കി ചെയ്തിട്ടുണ്ട്, സത്യമാണോ ഇല്ലയോ? തീർച്ചയായിട്ടും. ഏതാ പടം നോക്കിയത്? അതെ കൊറോണയൊക്കെ വന്ന സമയത്ത് വൻ പെടല് കാരണം അതിനു മുമ്പാണ് ഞാനൊന്ന് പച്ച പിടിച്ച് വന്നത്. അപ്പൊ ഞാൻ കുറെ സ്വപ്നമൊക്കെ കണ്ട് പരിപാടിയൊക്കെ വർക്കാവും, ഇനി പടങ്ങളൊക്കെ വരുന്ന വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചായിരുന്നു. അത് പെടലിക്കായി. അൻപോട് കൺമണിയിലെ കല്യാണം കാണുന്നപ്പോ സ്വന്തം കല്യാണത്തെ കുറിച്ച് ആലോചിച്ചു പോയിരുന്നു. ഒളിച്ച് രഹസ്യമായിട്ട് വണ്ടിയിലൊക്കെ കയറി ആരും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി പമ്മി പോയി രജിസ്റ്റർ മാരേജ് ചെയ്തു. തിരിച്ചു വന്ന് വീട്ടിൽ വന്നു, എൻ്റെ വീട്ടിൽ തന്നെ വന്നു. പിറ്റേ ദിവസം കോളേജിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ മുഴുവൻ സിസ്റ്റേഴ്സ് ഫാമിലിയിലെ ആണുങ്ങളെല്ലാവരും നേരുന്നു. എന്ന് വെച്ചാൽ മാമന്മാരെല്ലാം നേരുന്നു ഇങ്ങനെ ഇരിക്കുകയാണ് വിത്ത് മറ്റേ രജിസ്റ്റർ ചെയ്ത സാധനം. യൂത്തൊന്നും അല്ലല്ലോ, അവന് 10-30 വയസ്സായില്ലേ? 30 വയസ്സ് യൂത്താണ് ചേച്ചി. കുറച്ച് പ്രായം നരച്ചെന്നെങ്കിലും 2 മസ്കാരയുടെ വരച്ച പരിപാടി. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ചേച്ചിക്ക് ഒരു മരുമകൾ സങ്കല്പമുണ്ടോ? എന്നെ ഉപദ്രവിക്കരുത്, എങ്ങോട്ടെങ്കിലും പോയിക്കോടാം. ഇടയ്ക്ക് വീടിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ അതിഭീകരമായി എല്ലാ ഇന്റർവ്യൂവിലും ചോദിച്ചെന്ന് എനിക്ക് അറിയാം. അതിന് എന്ത് സത്യത്തിൽ സംഭവിച്ചേ? ടൈൽസ് പൊട്ടിപ്പോയി. സമാധാനമായിട്ട് ജീവിച്ചു പോകുന്നൊരു കുടുംബം നമ്മളായിട്ട് വെറുതെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർ ജീവിച്ചോട്ടെ, അവർക്ക് ശരിയാക്കി തരാൻ പറ്റി ശരിയാക്കട്ടെ. കാര്യം നമ്മൾക്ക് അറിഞ്ഞ സംഭവം നമ്മൾ അറിയിക്കണമെന്നുള്ളൂ. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy. മാല ചേച്ചി, ഞാൻ അർജുൻ അശോകൻ. വെൽക്കം ടു ദ ഷോ. അർജുനോട് ഞാനിങ്ങനെ എന്ത് ചോദിക്കുമെന്ന് അറിയാത്ത അവസ്ഥയും മാല ചേച്ചിയോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുള്ള അവസ്ഥയാണ്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇന്ന് ചേച്ചീനെ റോസ്റ്റ് ചെയ്താലോ? അൻപോട് കൺമണി സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗം നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് തുടങ്ങിയാലോ? ആണല്ലേ? ഈ അൻപോട് കൺമണി ആയതുകൊണ്ട് കൺമണി അൻപോട് എന്നുള്ള പാട്ട് മാല ചേച്ചി പാടും, അർജുൻ കൂടെ പാടും, അങ്ങനെയല്ലേ? അല്ലെങ്കിൽ വെറൈറ്റിക്ക് ഞാൻ പറയട്ടെ, ഇപ്പൊ സാധാരണ ഇന്റർവ്യൂ എടുക്കുന്ന ആള് മറ്റേ ആൾക്കാരെ കൊണ്ടല്ലേ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ പാടിക്കഴിഞ്ഞാലേ എന്റെ ഓഡിയൻസിനെ ഞാനിവിടെ ശ്രദ്ധിക്കണ്ടേ? അവരിട്ടിട്ട് പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാനൊക്കെ പാട്ട് പാടിയിട്ട് ഓഡിയൻസ് ഇങ്ങനെ കുറച്ചാൾ കാണട്ടെ പരിപാടി. 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്തൊക്കെ ഇരിക്കാന്ന് പോയെന്ന്. ചേച്ചി ആ പാട്ടൊന്ന് പാടി നമുക്ക് തുടങ്ങാം. ചേച്ചിക്കൊക്കെ അറിയാതെ എനിക്കറിയാം. ചേച്ചി നോണയൊന്നും പറയണ്ട. കൺമണി അൻപോട് കാതൽ അൻപോട് പാട് ചേച്ചി പാട്. കൺമണി അർജുനൊന്ന് കൂടെ പാടി കഴിഞ്ഞു. എനിക്കറിയാൻ പാടില്ല, തമിഴല്ലേ, എനിക്കറിയില്ല തമിഴൊന്നും. ചേച്ചി ഒന്ന് പാടി വെച്ചേ. മനിതർ ഉണർത്തിക്കൊണ്ട് കഴിയുന്നത് മനിതർ കാതൽ അല്ല അല്ലേ? അൻപോട് കൺമണിയിലെ കല്യാണം കാണുന്നപ്പോ സ്വന്തം കല്യാണത്തെ കുറിച്ച് ആലോചിച്ചു പോയിരുന്നു? തീർച്ചയായിട്ടും. ഞാൻ ഇവിടെ അടുത്ത് പറയാം, അനഘ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ പറയും കല്യാണം ഭേദമാണ്, ഒരു ദിവസം സഹിച്ചാൽ മതി. ഇതൊന്ന് 3 ദിവസം ആ വേഷം ഇട്ട് ആൾക്കാരെ വിളിച്ചിരിച്ച് ആ ലൈറ്റിന്റെ ഇടയിലൊക്കെ ഇന്ന് പറഞ്ഞിട്ടുണ്ടായി. ആണ് ഈ കല്യാണ ചെറുക്കന്റെ അല്ലെങ്കിൽ കല്യാണ പെണ്ണിന്റെ അമ്മ എന്നുള്ള റോള് ചേച്ചി ഇങ്ങനെ ജീവിതത്തിൽ സിനിമയിൽ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ടാവുമല്ലോ. യഥാർത്ഥ ജീവിതത്തിൽ ഇത് എങ്ങനെയായിരിക്കുമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? എന്നെ പൊന്നു വീണ, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു സീരിയസ്നെസ് കൊടുക്കും. ഞാൻ ഒരു ദിവസം രാവിലെ പോയി രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് വീട്ടിൽ വന്ന ആളാണ്. ഞാൻ ഒരു സാരി അങ്ങനെ ഒന്നും എടുത്തിട്ടൊന്നുമില്ല, ഓർണമെന്റ്സ് തൊട്ട് കല്യാണമൊന്നും അങ്ങനെ എൻ്റെ ജീവിതത്തിലേ ഇല്ല. ഇനിയാണ് ചെറുക്കൻ്റെ ഒക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ. അതുകൊണ്ടായിരിക്കുമല്ലോ ചേച്ചി ചിലപ്പോൾ 30ാമത്തെ ആനിവേഴ്സറി ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അതെന്താണെന്നറിയോ, ഞങ്ങൾ കല്യാണം കഴിച്ച സമയത്ത് ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരും തമ്മിൽ ഞങ്ങൾ പിരിയും, അല്ലെ ഇത് വെറുതെ ഉടായ്പ കല്യാണമാണെന്ന് പറഞ്ഞാൽ സതീശൻ്റെ ഫ്രണ്ട്സ്, സതീശൻ്റെ അടുത്തും എൻ്റെ ഫ്രണ്ട്സ് കുറേ ഇഷ്യൂ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു. വെച്ചാൽ സതീശന് ഒരുപാട് പൊളിറ്റിക്കൽ കരിയറൊക്കെ ഉള്ള ഒരാളാണ്, അപ്പം കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഫ്രണ്ട്സൊക്കെ സ്പ്ലിറ്റായ ഒരു കല്യാണമാണ് ഞങ്ങളുടെ. അത് വളരെ വിവാദ കല്യാണം, അതൊക്കെ ഒരു കഥയാണ്. അപ്പം അതുകൊണ്ട് 30ാമത്തെ കല്യാണത്തിന് ഞാൻ സതീശൻ്റെ മുഴുവൻ സുഹൃത്തുക്കളെയും വിളിച്ചതാണ്. 30th ആനിവേഴ്സറിക്ക് മുഴുവൻ പേര് വരികയും ചെയ്തു. ആ ഒരു ഫുൾ ഗ്രൂപ്പ്, വലിയ ഗ്യാങ് ഉണ്ട് സതീശൻ്റെ സുഹൃത്തുക്കൾ. എല്ലാവരുമായിട്ട് തെറ്റിയായിരുന്നു. മുഴുവൻ പേരെ ഞാൻ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്തു. മുഴുവൻ പേര് വന്ന് സതീശനൊന്നും അറിഞ്ഞില്ലായിരുന്നു. ഞാൻ പറഞ്ഞു സതീശൻ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ എന്നെ ഒന്ന് കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ഒരു
ഒരു പ്രോഗ്രാമാണ്, എനിക്കെന്തോ ഫെലിസിറ്റേഷനൊക്കെ ഉണ്ട്, പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവിടാനായിട്ട് ആൾ വരികയാണ് എൻ്റെ കൂടെ. ഞാൻ ഒരുങ്ങി സാരി കൊടുത്ത് അപ്പോൾ ഫംഗ്ഷൻ മറ്റേ ഇതെടുക്കണ്ടേ അതെടുക്കണ്ടേ വെള്ളം കൊടുക്കണോ എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല വാ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ വരിക ഫംഗ്ഷന്. ചെന്ന് കയറിയപ്പോൾ ആദ്യം ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് സതീശൻ്റെ 2 സുഹൃത്തുക്കൾ വയ്ക്കുന്നത്, നീ എന്താ ഇവിടെ, അയ്യോ പറഞ്ഞൊരു ഫംഗ്ഷൻ എടുത്ത് തിരിഞ്ഞു നോക്കും, അയ്യോ നീ എന്താ ഇവിടെ. അപ്പോൾ ഇവിടെ കാണുന്നത് ഫുൾ ഹാളിൽ മുഴുവൻ ഫ്രണ്ട്സ്. അത് എനിക്ക് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമായിട്ട് തോന്നിയിട്ട് അത് 30ാമത്തെ ആനിവേഴ്സറി ചെയ്യാൻ തോന്നി, എനിക്ക് അങ്ങനെ ചെയ്യണം. ഇനി എന്നാ ഭാര്യക്ക് ഇതുപോലത്തെ ഒരു ഗംഭീര സർപ്രൈസ് കൊടുക്കുക? 30 ഓ അങ്ങനെയാണല്ലേ. സ്വന്തം വിവാഹം നടന്നപ്പോൾ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്തായിരുന്നു? എൻ്റെ ജീവിതത്തിലെ സ്വന്തം എക്സൈറ്റ്മെന്റ് ഒളിച്ച് രഹസ്യമായിട്ട് വണ്ടിയിലൊക്കെ കയറി ആരും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി പമ്മി പോയി രജിസ്റ്റർ മാരേജ് ചെയ്ത് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ തന്നെ വന്നു. പിറ്റേ ദിവസം കോളേജിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ മുഴുവൻ സിസ്റ്റേഴ്സ് ഫാമിലിയിലെ ആണുങ്ങളെല്ലാവരും നേരുന്നു എന്ന് വെച്ചാൽ മാമന്മാരെല്ലാം നേരുന്നു ഇങ്ങനെ ഇരിക്കുകയാണ് വിത്ത് മറ്റേ രജിസ്റ്റർ ചെയ്ത സാധനം. ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത പേപ്പറിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ, രജിസ്ട്രി ഓഫീസിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഞങ്ങളുടെ മാമൻ്റെ വീട്ടിലും അവിടെ മാമൻ്റെ ഓഫീസിൽ ജോലിയുള്ള ഒരാളായിരുന്നു. അവരെ പറഞ്ഞു കൊടുത്തിട്ട് ഈ വിത്ത് വീടിരിക്കുന്ന എല്ലാവരും കൂടെ ഞാൻ വന്ന് എന്തൊരു സീനായിരിക്കും, സിനിമ പോലെ. എന്നിട്ടോ മരണം വാതിൽ ഒരു വന്നിങ്ങനെ കയറുവാണ്. അതെ, യൂത്ത് ഫെസ്റ്റിവൽ പ്രാക്ടീസ് കഴിഞ്ഞ് വരികയാണ്. ഓക്കെ, ഒരു വലിയ കഥയാ. വീണയ്ക്ക് ഞാനൊരു ഡീറ്റെയിൽ അങ്ങോട്ട് വന്നാലോ. പ്രേമിച്ച് കല്യാണം കഴിക്കുന്നു, വീട്ടുകാരെല്ലാരും അംഗീകരിക്കുന്നു, എല്ലാം ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കല്യാണ ദിവസത്തെ വിശേഷം എന്താണ്? റിസപ്ഷനിൽ കുറെ ആക്ടേഴ്സ് വന്നത്, കാരണം അന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ. മമ്മൂക്ക, ലാലേട്ടൻ എല്ലാരും വന്നല്ലേ. സെന്റർ ഓഫ് അട്രാക്ഷൻ അല്ല എല്ലാരും മഞ്ഞില്ലാന്ന് പറഞ്ഞല്ലോ. ഞാനും വന്നിരുന്നു കല്യാണത്തിന്. അന്ന് കിട്ടിയ പക്ഷെ അന്ന് നമ്മൾ അത്രയും പരിചയമേ ഇല്ല. ഞാൻ അന്ന് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? ഭാര്യയാണെന്ന് പറയരുത്, അതെനിക്കറിയാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് കല്യാണം നടത്താൻ പറ്റി എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം. ചേച്ചിക്ക് കഴിഞ്ഞ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും നല്ല ഗിഫ്റ്റ്. കുറച്ചടങ്ങ് പൂട്ടിയിട്ട് പോളെ വേറെ സ്ഥലത്തോട്ടൊക്കെ മാറ്റി. ചേച്ചിക്ക് ഒരു മരുമകൾ സങ്കല്പമുണ്ടോ? എന്നെ ഉപദ്രവിക്കരുത്, എങ്ങോട്ടെങ്കിലും പോയിക്കോടാം. എപ്പോഴെങ്കിലും ചേച്ചി മകനോട് ചോദിച്ചിട്ടുണ്ടോ, എടാ നിനക്ക് വല്ല പ്രേമമുണ്ടോടാ എന്ന്? അതൊന്നും ചോദിക്കുന്ന ഒരു അമ്മയല്ലേ, വേറെ ചിൽ മദറാണോ? ഞാനും ചോദിക്കത്തില്ല, ഇടപെടത്തേ ഇല്ല. അവിടെ എങ്ങനെയാ അമ്മ? അമ്മേ പാവണ്, അല്ലെങ്കിൽ ഇപ്പോഴും പീസ്ഫുൾ ആയിട്ട് പോകില്ലല്ലോ വീട്. അത് ശരിയാണ്. ഇടയ്ക്ക് വീടിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ അതിഭീകരമായി എല്ലാ ഇന്റർവ്യൂവിലും ചോദിച്ചെന്ന് എനിക്ക് അറിയാം. ട്രെൻഡിങ് ആയി. ചേച്ചി കണ്ടിരുന്നോ വീട്? കണ്ടിരുന്നു. അന്ന് വീഡിയോയിലല്ലേ കണ്ടേ, അല്ലാതെ നേരത്തെ അറിയില്ലായിരുന്നല്ലോ. അതിന് എന്ത് സത്യത്തിൽ സംഭവിച്ചേ? ടൈൽസ് പൊട്ടിപ്പോയി, അത്രേ ഉള്ളോ? കോൺട്രാക്ടർമാരെ കിട്ടില്ല. പക്ഷെ എന്നിട്ട് ആ ആളുടെ പേര് എവിടെയാ റിവീൽ ചെയ്തില്ല എന്നുള്ള ഒരു ഭയങ്കരമായ വിവാദം ഞാൻ കേട്ടിരുന്നു. എന്തിനാണ് ഇപ്പൊ നമ്മള് റിവീൽ ചെയ്ത് അയാളിപ്പം ചേച്ചിക്ക് തന്നെ ട്രോള് വന്നു കഴിയുമ്പോ എഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, നീറ്റായിട്ട് കാര്യം പറയാം, നമുക്ക് നമ്മളല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് അത് എഫക്ട് ചെയ്യും. സമാധാനമായിട്ട് ജീവിച്ചു വന്നൊരു കുടുംബം നമ്മളായിട്ട് വെറുതെ നശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ ജീവിച്ചോട്ടെ, അവർക്ക് ശരിയാക്കി തരാൻ പറ്റും ശരിയാക്കട്ടെ. കാര്യം നമ്മൾക്ക് അറിഞ്ഞ സംഭവം നമ്മൾ അറിയിക്കണമെന്നുള്ളൂ. നമ്മള് ചില സിനിമകൾ പൈസ മാത്രം നോക്കി ചെയ്തിട്ടുണ്ട്, സത്യമാണോ ഇല്ലയോ? തീർച്ചയായിട്ടും ഉണ്ടല്ലേ. ഇത് തുറന്ന് പല ആർട്ടിസ്റ്റുകളും പറയാറില്ല, അതാണ് നമ്മുടെ ഒരു വിഷമം. ഏതാ പടം നോക്കരുത്. അതെ പറയില്ല. കാരണം എന്താ അറിയോ, ഈ കൊറോണ ഒക്കെ വന്ന സമയത്ത് വൻ പെടലേ. കാരണം അതിനു മുമ്പാണ് ഞാനൊന്ന് പച്ച പിടിച്ച് വന്നത്. അപ്പൊ ഞാൻ കുറെ സ്വപ്നമൊക്കെ ഉണ്ട്, പരിപാടിയൊക്കെ വർക്കാവും, ഇനി പടങ്ങളൊക്കെ വരുന്ന വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചായിരുന്നു. അത് പെടലിക്കായി കൊറോണ. അപ്പൊ വേറൊരു വഴി ഉണ്ടായില്ല, ഒരു 2 പടങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. പക്ഷെ വൃത്തിയായിട്ട് ചെയ്ത്. പക്ഷെ ഞാൻ നോക്കും കൊറോണ സമയത്തൊക്കെ ഇറങ്ങിയ പടങ്ങൾ ആ പടങ്ങളെല്ലാം ഹിറ്റുമാണ്. ആണല്ലേ. ചേച്ചി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഐ മീൻ ഇങ്ങനെ അല്ല, കൊറോണ സമയം വന്നപ്പോഴത്തേക്ക് ഇനി എന്ത് ചെയ്യുന്നുള്ളൊരു പേടി ചേച്ചിക്ക് വന്നായിരുന്നു? കൊറോണ സമയത്ത് പേടിയൊന്നും ആയില്ല. ആ പടം ഇറങ്ങിയിട്ടില്ല. ഈ അൻപോട് കൺമണിയാണ് സിനിമ എന്നുള്ളതുകൊണ്ട് അർജുന്റെ ജീവിതത്തിലെ കൺമണി ആരാ? അൻവി പെണ്ണ്. ചേച്ചിയുടെ ജീവിതത്തിലെ കൺമണിയോ? എന്റെ അനിയത്തി അമൃതയുടെ മോള് ആമി. ആണോ? ചേച്ചിയുടെ മോന് ഇത് കേട്ടാ അടി കൂടൂല്ലേ? അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? 30 വയസ്സായില്ലേ? ഓ, അത്രയോ? കൺമണി എന്നൊക്കെ വിളിച്ചാ യൂത്താണ് ചേച്ചി, കുറച്ച് പ്രായം നരച്ചെന്നെങ്കിലും 2 മസ്കാരയുടെ വരച്ച പരിപാടി. ഞാൻ അവനോട് എന്റെ കൺമണി നീയാണെന്നൊക്കെ പറഞ്ഞ അമ്മ മേടിച്ചു പോയ വേറെ പണിയുണ്ടോ ചോദിക്കും.
നവാസ്ക വഞ്ചിരി. നാസ്ക അടുത്ത മാസം ഷഷ്ടിപൂർത്തി ആഘോഷിക്കണേ. 30 വർഷം കഴിഞ്ഞില്ലേ ചേച്ചിയുടെ വിജയകരമായ ദാമ്പത്യ ജീവിതം? കല്യാണം കഴിഞ്ഞുള്ള ജീവിതം ചേച്ചിയെ പഠിപ്പിച്ചത് എന്താണ്? അങ്ങോട്ട് വരും, 6 വർഷത്തേക്കും വരും കേട്ടോ, ആലോചിച്ച് വെച്ചോ. എന്നെ ഞാനായിരിക്കാൻ പഠിപ്പിച്ചത്. ഞാൻ എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് തോന്നുന്ന പോലെയൊക്കെ എനിക്ക് ജോലി ഉപേക്ഷിക്കാൻ തോന്നുമ്പോൾ ജോലി ഉപേക്ഷിക്കും. ഇപ്പം ജോലി ഉപേക്ഷിച്ച് LLB പഠിക്കാൻ പോകാൻ തോന്നുമ്പോൾ അങ്ങനെ പോകും. അത് കഴിഞ്ഞ് MPhil ചെയ്യാൻ വരുമ്പോൾ ഇങ്ങോട്ട് പോകും. അത് മതിയാക്കിയിട്ട് എന്നാൽ പിന്നെ ഒരു ക്യാമ്പസിൽ ജോലി അല്ല ഹോസ്പിറ്റലിൽ ജോലിക്ക് ജോയിൻ ചെയ്യും. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചെയ്യുക, അതിൻ്റെ കൂടെ ആങ്കർ ചെയ്യാൻ പോകും. അതെല്ലാം വിട്ടിട്ട് എല്ലാ ജോലിയും മതിയാക്കിയിട്ട് ഒരു ദിവസം നാടക സംഘത്തിൽ പോയി ചേരുന്നു. അവിടെ ജോലി ചെയ്യുന്നു, നാടകക്കാരുടെ കൂടെ കറങ്ങി കിടക്കുന്നു. 5-6 വർഷങ്ങൾ തിരിച്ചു വരുന്നു, പിന്നെ സിനിമയിൽ ചേരുന്നു. അതൊക്കെ എൻ്റെ ജേണി. ഞാൻ ഫ്ലോട്ട് ചെയ്യുന്നു. അതാ എങ്ങനെയാണോ ഞാൻ അങ്ങനെ ആയിരിക്കാൻ പഠിപ്പിച്ചു. പക്ഷെ എനിക്ക് വളരെ വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ഡൗട്ട് ചോദിക്കട്ടെ. അപ്പൊ നമ്മളുടെ ഒരു കൃത്യമായ വരുമാനം എന്നൊക്കെ ഉള്ള ഒരു സാധനം നമ്മളെ പേടിപ്പിക്കില്ലേ എപ്പോഴെങ്കിലും ഒക്കെ? അത് കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ എന്നൊക്കെ ഉള്ളത് അത് സതീശൻ ബാലൻസ് ചെയ്തോളൂ എന്ന് പറയും. എന്റെ ഭർത്താവൊന്നും ഇങ്ങനെ പറയാറേ ഇല്ല. നിനക്കുള്ള നീ തന്നെ കണ്ടുപിടിക്കണം എന്ന് പറയാറുള്ളൂ. അല്ല, ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എല്ലാ സമയത്തും ടെലിവിഷനിൽ വർക്ക് ചെയ്യല്ലായിരുന്നോ? ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ കല്യാണം കഴിച്ച ഒരു 2ാമത്തെ വർഷം, അതായത് 95 തൊട്ട് എനിക്ക് റെഗുലറായിട്ട് വരുമാനം ഉണ്ടായിരുന്നു. ഒരു ദിവസം പോലും വരുമാനം നിന്നിട്ടില്ല. ആണല്ലേ, ഭാഗ്യം. എനിക്ക് 2 വയസ്സ്. ഓ, അതാണ് ആലോചിച്ചത്. എന്റെ മകൻ 95 തൊട്ട് 93 ഞാൻ വർക്കിംഗ്. 6 വർഷത്തെ വിവാഹ ജീവിതത്തിൽ നിന്ന് എന്ത് പഠിച്ചു? പീസ്ഫുൾ ആണ്. സിനിമ പരിപാടിയായിട്ട് ഹെൽപ്പ് സപ്പോർട്ടീവ് ആണ്. ഇഷ്ടമല്ലെങ്കിലും സപ്പോർട്ട് ഇഷ്ടല്ലേ? എത്ര വട്ടം സംസാരിച്ചിട്ടുണ്ട് ചേച്ചി? എന്നാലും അല്ല, ആദ്യമായിട്ട് ഇഷ്ടമല്ലേ? വെറുതെ അല്ലേ, എനിക്ക് ഇന്റർവ്യൂ കുറച്ച് ലെങ്ത് ഒക്കെ വേണം, ഒന്ന് പറ. ലൈക്ക് ഇപ്പൊ പീസ്ഫുൾ ആണ്. നല്ല നല്ല പരിപാടികളൊക്കെ വരുന്നുണ്ട്, അറിയാം കാര്യങ്ങൾ, അതനുസരിച്ചാണ് പോകുന്നത്. ഫാമിലി ടൈം ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ്. മിസ് ചെയ്യുമല്ലോ. ഒരു ഓണം ഇല്ല, സംക്രാന്തി ഇല്ല. ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോഴേ, ഈ സിനിമയിൽ നമ്മൾ നോക്കിയപ്പോൾ ഒരു അമ്മായിയമ്മ മരുമകൾ എന്തോ ഗുസ്തിയൊക്കെ നടക്കുന്നുണ്ട്. ചേച്ചിയുടെ മനസ്സിലൂടെ എന്തെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടോ? എൻ്റെ ദൈവം, എൻ്റെ മോൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന മകളുമായിട്ട് ഞാനൊരു ഗുസ്തി നടത്തുമോ എന്നൊക്കെയുള്ള തോട്ട്സ് എപ്പോഴെങ്കിലും ചേച്ചിയുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടോ? ജന്മത്തില്ല. ഇല്ല അല്ലേ? അതെന്തുകൊണ്ടാ? അപ്പോഴേ പറയോ മാറി താമസിച്ചോളാൻ? അല്ല, അത് കൂടെ താമസിപ്പിക്കാൻ ചിന്തിക്കുന്നേ ഇല്ലല്ലോ. മാറി താമസിച്ചോളാൻ പറയുന്നതല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഞാൻ കുറച്ച് എല്ലാവരുടെയും സ്പേസ് കൊടുക്കുന്ന ഒരാളാണ്. ആരുടെയും കാര്യത്തിൽ ഇടപെടത്തില്ല. ആണല്ലേ? അർജുൻ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഒന്നാമത് പ്രേമിച്ചൊക്കെ കല്യാണം കഴിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് അമ്മയും ഭാര്യയും കൂടെ ഗുസ്തിയാവോ? അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അത് അങ്ങനെയുള്ള ചിന്ത ഒന്നും പോയില്ലേ? അല്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പൊ നോക്കാലോ. നമ്മൾ വെറുതെ അതിനെപ്പറ്റി വരാൻ പോണത് ഇപ്പൊ നടക്കോ ഇല്ലെന്ന് പോലും അറിയാത്ത കാര്യത്തിനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. നടന്നു കഴിഞ്ഞോട്ടോ? നടന്നു കഴിയണമെങ്കിൽ ആലോചിക്കാം. ഇപ്പൊ നടക്കാത്തോണ്ട് വലിയ പ്രശ്നമില്ല. ഓ, അങ്ങനെ ഗുസ്തി നടന്നില്ലാന്ന് അല്ലേ? പക്ഷെ വീണ പറഞ്ഞൊരു ഭയങ്കര കാര്യം കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവമായിട്ട് വളരെ വ്യത്യാസമുള്ള ഒരു കഥാപാത്രത്തെയാണ് എനിക്ക് അൻപോട് കൺമണിയിൽ അവതരിപ്പിക്കാൻ വന്നത്. അപ്പോൾ ആ ക്യാരക്ടർ എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുമില്ല. അപ്പോൾ സീൻ വെച്ചിട്ട് അഭിനയിച്ചു പോയി. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എനിക്കൊരു ഭയങ്കര പാനിക് അറ്റാക്ക് തരുന്ന ഒരു കാര്യമായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ആ സിനിമ അഭിനയിച്ചത്. ഈ മാല പാർവതി എന്ന് പേരിട്ടേക്കണ എന്തായിരിക്കും എന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിരുന്നു വീണ എന്നുള്ള പേരിട്ട് എന്താ നിൽക്കില്ലല്ലോ. വീണതുകൊണ്ടാണോ വീണ? ചേച്ചി എന്താ ചേച്ചി അങ്ങനെ ഒരു വ്യത്യസ്തമായ പേര്? മാല എന്നാണോ ചേച്ചിയുടെ പേര്? പാർവതി എന്നാണോ ചേച്ചിയുടെ പേര്? എൻ്റെ പേര് പാർവതി ടി എന്നാണ് ഒഫീഷ്യൽ നെയിം. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് മാല എന്നായിരുന്നു. മാല എന്നുള്ള പേര് അച്ഛൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്മാരിൽ ഒരാളാണ് തോപ്പിൽ ഭാസി. അപ്പോൾ ഭാസിമാമൻ വീട്ടിൽ വന്ന്, ഭാസിമാമൻ മകളുടെ പേര് മാല എന്നാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയിരുന്ന കഥാപാത്രത്തിൻ്റെ പേര് അദ്ദേഹം എഴുതിയതാണ് നാടകം. അതിലെ കഥാപാത്രത്തിൻ്റെ പേര് മാല എന്നാണ്. ഇവളുടെ പേര് മാല എന്ന് മതി എന്ന് പറഞ്ഞതാ. അത് വീട്ടിൽ മാല, അപ്പോഴത്തേക്ക് എൻ്റെ പേര് വിളിച്ച് പാർവതി എന്ന് ചേർത്തിരുന്നു. അപ്പോൾ എന്നെ മാല എന്ന് വീട്ടിൽ വിളിക്കാൻ തുടങ്ങി. ശരി. അപ്പോൾ അത് ഞാനൊരു ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്, എനിക്ക് ജയപ്പലിശ്ശേരിയാണ് ഇൻ്റർവ്യൂ എടുത്തതെന്ന് തോന്നുന്നു. അതിൽ സിനിമാ മംഗളത്തിൽ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മെയിൽ ID അയച്ചു കൊടുത്തു. എൻ്റെ മെയിൽ ID malaparvati@gmail.com അങ്ങനെയാണ്. അപ്പോൾ മാലാപാർവതി എന്നായതുകൊണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഈ നല്ല പേരാണല്ലോ മാലാപാർവതി, ഈ പാർവതിക്ക് ഒരു ഐഡൻറ്റിറ്റി ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്തെ പാർവതി, ആങ്കർ പാർവതി, അങ്ങനെ ഒരുപാട് സുപ്രഭാതം പാർവതി, ശുഭദിനം പാർവതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ അറിയപ്പെടുന്നത് പ്രോഗ്രാംസിൻ്റെ ഒക്കെ പേര്. മാലാപാർവതി എന്നങ്ങ് അഡാപ്റ്റ് ചെയ്തുകൂടെ, അത് കുറച്ചുകൂടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞു ആയിക്കോ, ഇൻ്റർവ്യൂവിൽ എഴുതിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ആയതാ. ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻ വിശേഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു വളരെ ക്ലീഷേ ക്വസ്റ്റ്യൻ എന്നാലും ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? നല്ല ബിരിയാണി വരും. രണ്ടുപേരും ഒരുപോലെ പറയുന്നു.
പുളിയല്ലേ ആണോ? ഭക്ഷണം ഞാൻ പുളിയല്ലേ? കഴിച്ചിട്ടില്ല. അത് ഫുൾ ടൈം ഡയറ്റ് ആയിരുന്നോ ത്രൂ ഔട്ട് ദ മൂവി? ഡയറ്റേഷൻ ആയിരുന്നു. ഞാൻ തലശ്ശേരിയിൽ നിന്ന് ഒരു സാധനം കഴിച്ചിട്ടില്ല. അത് മൊത്തം ഞങ്ങൾ തീർത്തു. ഡയറ്റ് ഒക്കെ പിന്നെ ചെയ്യാൻ പാടില്ലേ? മുറയ്ക്ക് വേണ്ടിയിട്ട്. ഓ അങ്ങനെ. അർജുൻ സ്ഥിരമായി ചെയ്യുന്ന ഒരു എക്സസൈസ് എന്താ? വർക്കൗട്ട്. വർക്കൗട്ട് ചെയ്യും. അതിനകത്ത് ഏത് വർക്കൗട്ടാണ്? ഞാൻ ചെയ്യാറേ ഇല്ല, അതുകൊണ്ട് അത് മനസ്സിലായി എനിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കൂലല്ലോ. അറിയില്ല, അതുകൊണ്ട് പുഷപ്പ് അടിക്കും ഡെയിലി. എത്ര പുഷപ്പ്? എന്തിനാണ് ഇവിടെ അടിപ്പിക്കാനല്ലേ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചോ. ചില ദിവസങ്ങളിൽ 10, ചില ദിവസങ്ങളിൽ 5, ചില ദിവസം ചെയ്യില്ല. ആണോ? അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ചേച്ചി ഇതിൽ ഏറ്റവും എക്സൈറ്റ് ചെയ്യിച്ച ഒരു കാര്യം എന്താണ്? എക്സൈറ്റ് ചെയ്യിച്ച കാര്യം ഇവർ രണ്ടും, ഈ അനഘയുടെയും അർജുൻ്റെയും കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു. അവരെ ഈ എനർജിയൊക്കെ മാറ്റി കളയും ഈ പിള്ളേർ. ഈ അനഘയൊക്കെ ഉണ്ടല്ലോ, ഒരു സൈഡിൽ റൂമിലൊക്കെ വന്ന് പിണങ്ങിയൊക്കെ നിന്നൊരു നോട്ടമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റൂമൊക്കെ വേറെ എനർജി ലെവലിലോട്ട് പോകും. അത്ര ഇന്റൻസ് ആക്ടറാണ്. അപ്പം നല്ല ആക്ടേഴ്സിനെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ഏറ്റവും എക്സൈറ്റ് ചെയ്യിച്ച എന്തായിരുന്നു? അതിനകത്ത് റെമ്യൂണറേഷൻ, കഥ, ഡയറക്ടർ, കോ ആക്ടേഴ്സ്, ഇതിലേതായിരുന്നു? എല്ലാം ഒത്തു വന്നുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇനി ഏതായാലും അൻപോട് കൺമണി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇവിടെ ഇരുന്ന് ഒരാൾ ഉറങ്ങുന്നൊക്കെ അയ്യെനിക്ക് പറഞ്ഞോ. തിയേറ്ററിൽ പോയി പടം കാണണം. കാരണം എല്ലാ പടവും തിയേറ്റർ വാച്ച് പടമാണ്. ഇതൊരു പടത്തിന്റെ ടൈറ്റിൽ പറഞ്ഞ പോലെ ഒരു ക്യൂട്ട് സിമ്പിൾ ഫാമിലി ഡ്രാമയാണ്. ഇത് തീർച്ചയായിട്ടും ഒരു കുടുംബത്തിലൊക്കെ ജീവിക്കുന്ന ആണിനും പെണ്ണിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥയാണ്. നമ്മൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂടി ഇതിൽ കൂടെ കടന്നു പോയിരിക്കും, ഷുവർ. അപ്പം നമ്മൾ തന്നെ ഒരു റിഫ്ലക്ഷനൊക്കെ കാണാനും സമാധാനിക്കാനും, അല്ലെങ്കിൽ ഒരു പക്ഷേ ആശ്വസിക്കാനും, ചിലപ്പോൾ ഒന്ന് കരയാനും, ചിലപ്പോൾ സന്തോഷിക്കാനും, ചിലപ്പോൾ ആ നായികയോടൊപ്പം ഒന്ന് ദേഷ്യപ്പെടാനും ഒക്കെ ഒരുപാട് പോസിബിലിറ്റി ഉള്ള കഥയാണ്. അപ്പോൾ ആ കഥയെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ കാത്തിരിക്കുക ഈ ഡേറ്റിന്, അന്ന് തന്നെ. അല്ലെങ്കിൽ അറിയട്ടെ ഞാൻ പോകണം അടുത്ത ആഴ്ച എന്നും പറഞ്ഞിരുന്ന സിനിമ കാണൂല തിയേറ്ററിൽ. അതാണ് ഈ ഫാമിലി ജോണറിലെ സിനിമകൾ തിയേറ്ററിൽ വരാത്തത്. അതേസമയം കുറച്ച് വയലൻസോ പരിപാടിയൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ വേറൊരു തരം പരിപാടി, നിയോ നോയർ സിനിമകളൊക്കെ വരുമ്പോൾ പയ്യന്മാരത് ഏറ്റെടുത്ത് എന്ന് പറഞ്ഞ് കൊണ്ടുപോകും. മനസ്സിലായോ? അപ്പോഴത്തേക്ക് എല്ലാം വയലൻസ്, ഇത് എന്ത് നാട് ഇതെന്ന്, അങ്ങനെയല്ല, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, ഒരു സിനിമ മാത്രമല്ല. അപ്പൊ ഏതായാലും അൻപോട് കൺമണി ഉടൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമ ഗംഭീര വിജയമാകട്ടെ. എല്ലാവരും ചേച്ചി പറഞ്ഞ പോലെ തന്നെ കുടുംബ പ്രേക്ഷകർ ആദ്യം തന്നെ വളരെ ഉത്സാഹത്തോടെ തിയേറ്ററുകളിലേക്ക് കയറട്ടെ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. Thank you Veena, nice interview. Thank you. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy.